ആദിവാസി കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. സമരത്തിനൊരുങ്ങുകയാണ് മലക്കപ്പാറ വീരൻകുടിയിലെ ആദിവാസി കുടുംബങ്ങൾ. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനം വകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് പരാതി. ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്താൻ ഒരുങ്ങുകയാണ് ഊരുനിവാസികൾ. അരേക്കാപ്പ് വീരൻകുടി സങ്കേതത്തിലെ 31 കുടുംബങ്ങൾ ചാലക്കുടി DF ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. 2018 മഹാപ്രളയത്തിൽ വീരൻകുടിയിലെ ഭൂമിയും വീടുകളും നശിച്ചു പോയവരാണ് 31 കുടുംബങ്ങളും. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനംവകുപ്പ് എതിർപ്പുമായി എത്തിയതോടെ പദ്ധതി അനിശ്ചിതത്വത്തിലായി എന്നാണ് പരാതി. ഇത് 2018 തുടങ്ങിയുള്ള പ്രശ്നമാണ്. ഞങ്ങൾ കമ്മിറ്റിക്കാൾ ഈ വീട്ടിലേക്ക് നടന്ന് എന്തോ പോലായി. കാട്ടുപോത്തും ആനയും പിന്നെ പുലിയും അതുപോലെ തന്നെ ഇതുപോലെ വെട്ടവെളിച്ചം ഇല്ലാണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന സമിതി വനം നൽകേണ്ട സംസ്ഥാന സമിതിയുടെ അംഗീകാരം ആ ഭൂമിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചാലക്കുടി മാരാങ്കോടിൻ്റെ ചുമതലക്കാരനായ ചാലക്കുടിയുടെ DFO പറയുന്നത് അതിനകത്ത് ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ല, അതോടൊപ്പം തന്നെ അത് വാല്യൂ കൂടിയ ഭൂമിയാണ്, അതങ്ങനെ ആദിവാസിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് DFO എടുക്കുന്നത്. 5 വർഷത്തിലേറെയായി താൽക്കാലിക കുടിലുകളിലാണ് ഇവർ കഴിഞ്ഞു വരുന്നത്. പുലിയുടെ സാന്നിധ്യം പതിവായതോടെ പ്രദേശത്ത് നിന്നും വിട്ടുപോകാൻ നിർബന്ധിതരാവുകയാണ് ഇവർ. കഴിഞ്ഞ ദിവസം പുലി 4 വയസ്സുകാരനെ വീടിനകത്ത് കയറി ആക്രമിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് ഊരുനിവാസികളുടെ തീരുമാനം. അമൃത ന്യൂസ്, തൃശൂർ.